ഹായ് ഓൾ. നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ടുണ്ടോ? അപ്പൊ ഇത് ഞാനൊരു പഴം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് ഇത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? ഇതേ ഞാൻ 3 പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം അപ്പോൾ ഇതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ചെറിയ പീസാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതേപോലെ ചെറിയ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട ഞാൻ ഉടച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതും കൂടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയിൽ നല്ലോണം മുക്കിയിട്ട് വേണം ഇതിലേക്ക് ഈ ബ്രെഡ് ക്രംസിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പൊ കുട്ടികളുള്ള ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ പറഞ്ഞാൽ നമുക്ക് വേഗം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും കൂടി ചെയ്യണേ. അപ്പൊ ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാനിത് ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നാൽ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഇനി തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പൊ നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ ഈ മുട്ടയും ബ്രെഡും അതേപോലെ പഴമൊക്കെ. അപ്പം നമുക്ക് വേഗം ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വൈകുന്നേരമൊക്കെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്നതും വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ്. നല്ല ടേസ്റ്റും ആണ്. ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെയാണ് ഇത് കാണാൻ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാനിങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ബനാന ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ കമന്റും കൂടി ഒന്ന് പറയണേ. ഓക്കെ, ബൈ.